today we will be starting with our new topic, which is superconductivity. Okay, so what do you mean by superconductors? Okay, we know. What do you mean by conductors? Conductors is something which can conduct electricity. Whenever there is a flow of electrons happening through a surface, we know we call it as conductors because free electrons are available. So any materials which can pass on free electrons on its surface are called as conductors, and the property by which any material conducts is called as the conductivity of that material. Okay, so but here we will be dealing with something called as superconductivity. Okay, ഈ superconductivity എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ പേര് തന്നെയുണ്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ എന്തെങ്കിലും സൂപ്പർ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ 1911. ഓക്കെ, 1911 ഹേക്ക് കാമർലിംഗ് ഓണസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, ഹി വാസ് കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് മെർക്കുറി. ഓക്കെ, വൈൽ ഹി വാസ് ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ്, ഇയാൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ മെർക്കുറിനെ എടുത്തിട്ട് വെരി ലോ ടെമ്പറേച്ചേഴ്സ് ലൈക്ക് ഹി യൂസ്ഡ് ലിക്വിഡ് ഹീലിയം. ഓക്കെ, ലിക്വിഡ് ഹീലിയം വെച്ചിട്ട് ഈ ഒരു മെർക്കുറിയുടെ സോളിഡിനെ ഇയാൾ കൂൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹി വാസ് സ്റ്റഡിങ് ഇറ്റ്സ് പ്രോപ്പർട്ടി. അപ്പോൾ ഇയാൾ ഒബ്സർവ് ചെയ്തത് സഡൻലി, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞപ്പോൾ സഡൻലി ഈ ഒരു സോളിഡ് മെർക്കുറിയുടെ റെസിസ്റ്റൻസ് സഡൻലി ഡ്രോപ്പ് ആയി ആൻഡ് ദർ വാസ് എ സഡൻ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അയാളിത് സോളിഡ് മെർക്കുറി കൂൾ ഡൗൺ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെ കൂൾ ഡൗൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോൾ ഹി ഒബ്സർവ്ഡ് ദാറ്റ് ദ resistivity of that material, okay, it reduced to zero, അല്ലെങ്കിൽ ഒരു സഡൻ ഡ്രോപ്പ് ടു സീറോ കണ്ടു. ആൻഡ് നമുക്കറിയാം റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ദി കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ്, isn't it? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഇലക്ട്രോൺസിനെ കടത്തി വിട്ടാനുള്ള ഒരു തടസ്സം. ആ തടസ്സത്തിനല്ലേ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇപ്പോൾ റെസിസ്റ്റൻസ് പെട്ടെന്ന് സീറോയിലേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? കണ്ടക്ടിവിറ്റി ഭയങ്കര ഫാസ്റ്റ്ലി ഇൻക്രീസ് ആവും. ഓക്കെ, ഇതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ്. നമ്മൾ ഇതിനെ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. സോ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ്. അപ്പോൾ ഇതിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല, സീറോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഇറ്റ് ക്യാൻ ഫ്ലോ അപ് ടു തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അൺടിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നവരെ അതിനെ കണ്ടിന്യൂസ്ലി ഈ ഒരു ക്ലോസ് റിംഗിൽ കൂടി ഫ്ലോ ചെയ്യാം. ഓക്കെ, സോളിഡ് മെർക്കുറി എടുത്തു ആൻഡ് ഹി വാസ് കൂളിംഗ് ഡൗൺ യൂസിങ് ലിക്വിഡ് ഹീലിയം. ഓക്കെ, ദാറ്റ് വാസ് എന്ന് പറഞ്ഞാൽ -degrees കൂൾ ഡൗൺ ചെയ്യുമായിരുന്നു. സോ ഹി ഒബ്സർവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 4.0 കെൽവിനും മുകളിലായിട്ട് ഒരു 4.5 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചേഴ്സിൽ റെസിസ്റ്റൻസ് നോർമൽ ആയിരുന്നു. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് ഗ്രാജുവലി പതിയെ കുറഞ്ഞ് വരുമായിരുന്നു. ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ലെറ്റ്സ് സേ ദി ടെമ്പറേച്ചർ അറ്റ് 4.2 കെൽവിൻ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ ഗ്രാജുവലി കുറഞ്ഞ് വരുന്ന റെസിസ്റ്റൻസ് സഡൻലി ഇറ്റ് ഡ്രോപ്സ് ടു സീറോ. ഓക്കെ, ദ റെസിസ്റ്റൻസ് സഡൻലി ഡ്രോപ്സ് ടു സീറോ. അപ്പോൾ റെസിസ്റ്റൻസ് ഡ്രോപ്സ് ടു സീറോ ആണെങ്കിൽ that is, if resistance decreases we can say that conductivity increases. Okay, so basically അപ്പോൾ ഈ 4.2 കെൽവിൻ കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൻ്റെ അടിയിലേക്ക് നമ്മൾ ആ ടെമ്പറേച്ചറിൻ്റെ അടിയിലുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എക്സിസ്റ്റ് ഇൻ ഇറ്റ്സ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്സ്. എന്ന് പറഞ്ഞാൽ ഈ 4.2 കെൽവിൻ്റെ മുകളിലേക്ക് ഉണ്ടെന്ന് എന്ത് സംഭവിക്കും? നോർമൽ കണ്ടക്ടറിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഗ്രാജുവലി കുറഞ്ഞു വരുന്നു വിത്ത് ടെമ്പറേച്ചർ. സൂപ്പർ കണ്ടക്ടർ ആവുന്നത് എപ്പോഴാണ്? ഈ 4.2 കെൽവിനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറിലാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ മെർക്കുറി, സോളിഡ് മെർക്കുറി സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് അബവ് ദിസ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 4.2 കെൽവിൻ ടെമ്പറേച്ചർ, the solid mercury will act as a normal conductor. Okay, so basically, and this was the very first time
that was in 1911 this phenomenon of superconductivity was discovered. Okay, അപ്പോൾ നമുക്ക് നോക്കാം what is the definition for superconductivity. It is the phenomenon of sudden disappearance. സഡൻ ഡിസപ്പിയറൻസ് എന്ന് പറയാൻ കാരണം എന്താ, ഈ ടെമ്പറേച്ചർ എത്തിയപ്പോൾ തന്നെ ഷെഡേ എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, റെസിസ്റ്റൻസ് സീറോയിലേക്ക് ഡ്രോപ്പ് ഔട്ട് ആയി. ദ ഫിനോമിനൻ ഓഫ് സഡൻ ഡിസപ്പിയറൻസ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹൈ ഇലക്ട്രിക്കൽ, ഈ സംഭവം ഞാൻ ഇലക്ട്രിക്കൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഓഫ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി at or below low temperature. Okay, in the case of mercury ആ ടെമ്പറേച്ചർ എത്രയാണ്, 4.2 കെൽവിൻ ആണ്. ഡിഫറെന്റ് മെറ്റീരിയൽസ് എടുക്കുന്ന അനുസരിച്ച് ഈ ടെമ്പറേച്ചർ വേരി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മെർക്കുറിക്ക് 4.2 കെൽവിൻ ആകാം, ചിലപ്പോൾ ഞാൻ അലൂമിനിയം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സം അതർ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കണ്ടക്ഷൻ ചെയ്യാനുള്ളതിന്റെ ശക്തി അത് കൂടി. Okay, that is why we call it as superconductivity. So few other materials which can exhibit this property are mercury, aluminum, niobium, yttrium, barium, copper oxide. Okay, these are some of the materials which have this superconductivity property. Okay, ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിന് മാത്രമാണ് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആൻഡ് ദർ ആർ എ വെരി ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദീസ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഇൻ ആർ ഡെയിലി ലൈഫ്. ഓക്കെ, അത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ എൻഡിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് എവിടെയൊക്കെയാണ് നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ, സോ ആർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമ്മൾ യൂഷ്വലി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ ടി സബ്സ്ക്രിപ്റ്റ് സി ഓക്കെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ജസ്റ്റ് നൗ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. സോ നമ്മളിപ്പോൾ ഈ ഒരു മെർക്കുറിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ആ ടെമ്പറേച്ചർ എത്രയായിരുന്നു, 4.2 കെൽവിൻ. ആ 4.2 കെൽവിൻ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, റെസിസ്റ്റൻസ് ഷഡേ എന്ന് പറഞ്ഞ് താഴേക്ക് വീണു ഫോർ അറ്റ് സീറോ റെസിസ്റ്റൻസ്. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ആണ്. മനസ്സിലായോ? മെർക്കുറിയുടെ കേസിൽ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 4.2 കെൽവിൻ ആണ്. സോ we can say that critical temperature is the temperature at which the electrical resistance of a material drops to absolute zero and the conductivity increases. Okay, ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് സഡൻലി ആബ്സല്യൂട്ട് സീറോയിലേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യും ആൻഡ് എന്ത് സംഭവിക്കും, നമ്മുടെ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇതുവരെ നോർമൽ സ്റ്റേറ്റിലായിരുന്നു. ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, എന്താണ് ട്രാൻസിഷൻ എന്ന് പറയാൻ കാരണം, നമ്മുടെ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യണം. ലൈക്ക് സോ ദാറ്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ബിലോ എന്ന് പറഞ്ഞാൽ ഈ 4.2 കെൽവിനെ കട്ടും ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലാണ്. ആൻഡ് അബവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ നോർമൽ സ്റ്റേറ്റിലാണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെയും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ നിങ്ങളിപ്പോൾ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മുടെ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ് നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഇവിടെ ഞാൻ മെർക്കുറിയുടെ എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 4.2 കെൽവിൻ ആണ്. 4.2 കെൽവിൻ എത്തുന്ന വരെ എന്തായിരിക്കും, നമ്മുടെ റെസിസ്റ്റൻസ് ഗ്രാജുവലി ഡിക്രീസ് വിത്ത് ടെമ്പറേച്ചർ ആയിരിക്കും, ഇങ്ങനെ കുറഞ്ഞ് വരുന്നു. പക്ഷേ when it reaches the critical temperature എന്ത് സംഭവിക്കുന്നു, ഷഡേ എന്ന് പറഞ്ഞിട്ട് the resistance will drop down to what, absolute zero. ഓക്കെ, അതായിരുന്നു നമ്മുടെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഓക്കെ, the materials which can show, എല്ലാ മെറ്റീരിയൽസിനും ഈ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഷോ ചെയ്യാൻ പറ്റത്തില്ല. സോ ലെറ്റ് us see, നമുക്കൊരു നോർമൽ മെറ്റൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ സിൽവർ. ഞാൻ സിൽവറിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്തുവാണ്, നമ്മൾ റെസിസ്റ്റൻസ് ഇവിടെയും റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. നമ്മുടെ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ഗ്രാജുവലി ഇറ്റ് ഇസ് ഡിക്രീസിങ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു 4.2 കെൽവിൻ കഴിഞ്ഞിട്ടും
ഈ ഒരു റെസിസ്റ്റൻസ് ഷടേ എന്ന് പറഞ്ഞാൽ സീറോയിലേക്ക് പോകുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് റെഡ്യൂസിങ് ആൻഡ് ഗോയിങ്. ഇത് കുറഞ്ഞ് ഒരു ലോ വാല്യൂയിൽ എത്തുന്നു. ആൻഡ് ദിസ് വാല്യൂ ഓക്കെ ഇവിടെ സീറോയിൽ എത്തിയിട്ടില്ല, ഇത് കുറഞ്ഞ് ഒരു വാല്യൂയിൽ എത്തി. ഓക്കെ, ഒരു ലോ വാല്യൂയിൽ എത്തി. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ആബ്സല്യൂട്ട് സീറോ. ഓക്കെ, ആ ഒരു വാല്യൂവിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദി റെസിഡ്യൂവൽ റെസിസ്റ്റിവിറ്റി. ഓക്കെ, വാട്ട് ക്യാൻ വി കോൾ ഇറ്റ്? വി ക്യാൻ കോൾ ഇറ്റ് റെസിഡ്യൂവൽ റെസിസ്റ്റിവിറ്റി. ഒരു റെസിസ്റ്റൻസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ഗ്രാഫ് ഷോ ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസിങ്, റെസിസ്റ്റൻസ് ഇസ് ഡിക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ, എന്നിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ ചെന്നെത്തുന്നു. ആൻഡ് ദാറ്റ് റെസിസ്റ്റിവിറ്റി ഇസ് കോൾഡ് ആസ് ദി റെസിഡ്യൂവൽ റെസിസ്റ്റിവിറ്റി വിച്ച് ഇസ് നോട്ട് സീറോ. അതിനൊരു വാല്യൂ ഉണ്ടാവും. ബട്ട് ഇൻ ദി കേസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഷോ ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റിവിറ്റി ആദ്യം ഗ്രാജുവലി കുറഞ്ഞു വന്നു. when the temperature is equal to 4.2 Kelvin എത്തുന്നവരെ നോർമലി നമ്മുടെ സാധാരണ മെറ്റൽസ് ഷോ ചെയ്ത പോലെ തന്നെ ഷോ ചെയ്തു. പക്ഷേ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ബോർഡർ, നമുക്കൊരു ബോർഡർ എന്ന് പറയാം ബിറ്റ്വീൻ നോർമൽ സ്റ്റേറ്റ് ആൻഡ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഈ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് സഡൻലി ഡ്രോപ്സ് ഡൗൺ ടു സീറോ. സോ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് എന്താണ്? ഇറ്റ് വിൽ ഷോ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി. ഈ ഒരു ഭാഗത്തേക്ക് എന്തായിരിക്കും? ഒരു നോർമൽ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി എങ്ങനെയാണോ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഷോ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ ഇതിനെ കൂൾ ഡൗൺ ചെയ്യുക? നമുക്കിത് കൂൾ ഡൗൺ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ലിക്വിഡ് നൈട്രോജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രയോജനിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് നൈട്രോജൻ യൂസ് ചെയ്തിട്ട് -296.5 അത്രയും ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ഡൗൺ ചെയ്യുവാണ്. അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ഹീലിയമും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മുടെ മെറ്റീരിയലിനെ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് ഇൻ ടു ഇറ്റ്സ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആൻഡ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഐസോടോപിക് മാസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ PC is inversely proportional to the square root of atomic mass അല്ലെങ്കിൽ നമുക്ക് ഐസോടോപിക് മാസ് എന്നും പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേത് കുറയും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ അറ്റോമിക് മാസ് കുറവായിരിക്കും. ഓക്കെ, ലെറ്റ് us കൺസിഡർ സിങ്ക് ആൻഡ് അലൂമിനിയം. ഓക്കെ, ഞാൻ സിങ്ക് എടുത്തു, അലൂമിനിയം എടുത്തു. സിങ്കിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 65.38 AMU. ഓക്കെ, അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ 26.98 AM. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ഓഫ് ദി അറ്റോമിക് മാസ് അല്ല വേണ്ടത്. അപ്പോൾ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 8.08 ആണ്. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 5.19 കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എഴുതാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 0.88. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1.19. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിക്കേ. ഞാനിപ്പോൾ സിങ്കിന്റെ കേസ് എടുക്കുകയാണ്. സിങ്കിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 0.88 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇതിന്റെ സംഭവം എത്രയാണ്? 8.08. ഓക്കെ, സോ ഇപ്പം ഞാൻ ഇത് എന്തിൻ്റെയാണ്? ദിസ് ഇസ് ദ കേസ് വിത്ത് സിങ്ക്. അലൂമിനിയത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1.19 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 5.19. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് അറ്റോമിക് മാസ് നോക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് 5.19 എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ്. isn't it? അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0.88 ആണ്. ഇവിടെ അതിന്റെ അറ്റോമിക് മാസ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് അറ്റോമിക് മാസ് എന്താണ്? ഇറ്റ് ഈസ് വെരി ബിഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതാണ് ബേസിക്കലി ഇവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് അറ്റോമിക് മാസ് കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് അറ്റോമിക് മാസ് കുറവാണെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടും.
that is an inverse relation. Okay,